മാന്നാമംഗലം പള്ളി തർക്കത്തിലെ ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് യാക്കോബായ സഭ അറിയിച്ചു. ഹൈക്കോടതി വിധി പ്രകാരം പള്ളിയുടെ ചുമതല ഒഴിയാൻ തയ്യാറാണെന്നാണ് യാക്കോബായ സഭ അറിയിച്ചിരിക്കുന്നത്. കളക്ടറുടെ ഉപാധികൾ അംഗീകരിക്കുമെന്നും യാക്കോബായ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ആരാധന നടത്താൻ പള്ളിയിൽ പ്രവേശിക്കില്ല എന്നും അവർ അറിയിച്ചു. എന്നാൽ നാളെ ആരാധന നടത്താൻ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാഴാഴ്ച പരസ്പരം കല്ലേറു നടത്തിയതിനെ തുടർന്ന് പ്രദേശത്ത് സംഘർഷം നിലനിൽക്കുകയായിരുന്നു. ഓർത്തഡോക്സ് സഭാംഗങ്ങൾ പള്ളിക്ക് പുറത്തും യാക്കോബായ അംഗങ്ങൾ പള്ളിക്കകത്തും ക്യാമ്പ് ചെയ്യുകയായിരുന്നു. കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് ഇരുകൂട്ടരും പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചത്. സംഘർഷത്തിൽ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യോഹന്നാൻ മാർ മിലിത്തിയോസ് ഒന്നാം പ്രതിയാണ്. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളിൽപ്പെട്ട 120 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. തൃശൂർ മാന്നാമംഗലം പള്ളിയിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം നടന്ന സാഹചര്യത്തിൽ കോടതി വിധി നടപ്പാക്കാൻ ജില്ലാ ഭരണകൂടം മുന്നിട്ടിറങ്ങിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഇരു വിഭാഗങ്ങളോടും പള്ളിയിൽ നിന്ന് ഒഴിയണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. പള്ളി താൽക്കാലികമായി പൂട്ടുകയും ചെയ്തു. ജില്ലാ കളക്ടർ TV അനുപമയുടെ നേതൃത്വത്തിൽ നടന്ന മാരത്തോൺ ചർച്ചയിലായിരുന്നു തീരുമാനമായത്. സംഘർഷവുമായി ബന്ധപ്പെട്ട് 120 പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. 5 വൈദികർ ഉൾപ്പെടെയാണ് 120 പേർക്കെതിരെ കേസെടുത്തത്. 2 ദിവസമായി സമാധാനപരമായി നടന്ന സമരം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇരുവിഭാഗവും പരസ്പരം കല്ലേറ് നടത്തുകയും ചെയ്തു. വധശ്രമം, കലാപശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. പള്ളിയിൽ നിന്ന് പുറത്തു വന്ന യാക്കോബായ സഭാവിശ്വാസികളും അറസ്റ്റിലായിരുന്നു. പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു യാക്കോബായ സഭാംഗം കുഴഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. കവാടത്തിലിരുന്ന ഓർത്തഡോക്സ് വിഭാഗം ഗേറ്റ് പൊളിച്ച് പള്ളിക്കുള്ളിൽ കയറിയെന്ന് യാക്കോബായ വിഭാഗം ആരോപിച്ചു. എന്നാൽ പള്ളിക്കുള്ളിൽ നിന്ന് കല്ലേറ് തുടങ്ങിയപ്പോഴാണ് അകത്തു കയറിയതെന്ന് ഓർത്തഡോക്സ് വിഭാഗവും വാദിച്ചു. പരസ്പരം കല്ലെറിഞ്ഞതോടെ നിരവധി പേർക്കാണ് പരിക്കേറ്റിരുന്നത്. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ 14 പേർക്കും പരിക്കേറ്റു. സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസനാധിപൻ യോഹന്നാൻ മാർ മിലിത്തിയോസിനും പരിക്കേറ്റിരുന്നു. കല്ലേറിൽ പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും തൃശൂർ ജില്ലാ ആശുപത്രിയിലുമായി പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. കോടതി ഉത്തരവുണ്ടായിട്ടും സുരക്ഷ നൽകാതിരുന്ന പോലീസാണ് ഈ സംഘർഷത്തിന്റെ ഉത്തരവാദിയെന്ന് യോഹന്നാൻ മാർ മിലിത്തിയോസ് ആരോപിച്ചിരുന്നു. സംഘർഷത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ 5 വൈദികർ ഉൾപ്പെടെ 28 പേരെയാണ് അപ്പോൾ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസും എടുത്തിരുന്നത്. യാക്കോബായ വിഭാഗത്തിന്റെയും ഓർത്തഡോക്സ് വിഭാഗത്തിന്റെയും നിരവധി പേര് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പള്ളി പരിസരത്ത് കെട്ടിയ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു. സമരക്കാരുടെ കട്ടിലും കിടക്കയും കസേരകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സെന്റ് മേരീസ് പള്ളിയിൽ നിലയുറപ്പിച്ച യാക്കോബായ വിശ്വാസികൾ ഭൂരിഭാഗം പേരെയും പോലീസ് പിരിച്ചുവിടുകയായിരുന്നു. അപ്പോൾ